ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ഞങ്ങൾ ഗുരുവായൂരപ്പൻ ടെമ്പിൾ പോയിട്ടാണ് തുടങ്ങുന്നത്. സോ അവിടെ ചെന്ന് തൊഴിലിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ന്യൂ ഇയർ തുടങ്ങാൻ പോവാണ്. സോ ഇതൊരു വ്ളോഗായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. സോ കം അലോങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. മമ്മോ അമ്പൂറ്റി കാണാൻ പോവാനോ? അപ്പോൾ ഗൈസ്, ഇതാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടൺ. ഡെയിലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞങ്ങളിപ്പം വൈകുന്നേരം ആകുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പിക്ചേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഗൂഗിൾ ഫോട്ടോസാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഇതാണ് ഇൻസൈഡ് ഓഫ് ദ ടെമ്പിൾ. ഞങ്ങൾ വൈകുന്നേരം ഒരു 7 മണിക്ക് എത്തുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. ബട്ട് ഞങ്ങൾ ലേറ്റായി. ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. ബട്ട് അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ദീപാരാധന കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ സമയത്തിന് എത്തുന്നു. ബട്ട് ഞങ്ങളവിടെ എത്തി. ബട്ട് പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നു. ദീപാരാധന അപ്പോഴത്തേക്ക് കഴിഞ്ഞായിരുന്നു. ഇതാണ് എൻട്രൻസ്. ഞങ്ങളെത്തി നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കുറേ നേരം തന്നെ ഇങ്ങനെ വണ്ടികളുടെ പുറകിന് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റിന് കറങ്ങി. അവിടുന്ന് ഞങ്ങളെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ചേട്ടൻ ഞങ്ങളെ ഇറക്കി. എന്നിട്ട് ചേട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് മെയിൻ എൻട്രൻസ് ഇതാണ്. ബട്ട് ഈ ഡോർ അവർ ഓപ്പൺ ചെയ്യത്തില്ല. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കയറേണ്ടത്. ആൻഡ് വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ സൈഡ് എൻട്രൻസിൽ കയറാനും പറ്റിയില്ല. സോ ഞങ്ങൾക്ക് അമ്പലത്തിന് ഒരു ചുറ്റ് കറങ്ങി ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. സോ ഇതാണ് ഞങ്ങൾ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. സ്വർണ്ണത്തളയും ഞാനന്നു നൽകാം, വർണ്ണപീതാംബരമണിയിക്കാം, സ്വർണ്ണത്തളയും ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറങ്ങി സൈഡ് എൻട്രൻസിലെത്തി. നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ആൾക്കാരുടെ ചെരുപ്പ് സീ ഓഫ് സ്ലിപ്പേഴ്സ് ആയിരുന്നു അവിടെ ഫുള്ള്. അങ്ങനെ ഞങ്ങൾ ചേട്ടനെ ഇറക്കിയിട്ട് ഞങ്ങൾ അകത്ത് കുഞ്ഞിൻ്റെ കൂടെ കയറി. തണുപ്പായതുകൊണ്ട് വണ്ടിക്കകത്ത് തന്നെയാണ് ചെരുപ്പിട്ടത്. കയറിയപ്പോൾ ഭയങ്കര തിരക്ക്. ഞാൻ ഇത്രയും തിരക്ക് അമ്പലത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങൾ ട്രൈ ചെയ്യും എല്ലാ മാസവും അമ്പലത്തിൽ വിസിറ്റ് ചെയ്യണമെന്ന്. പക്ഷേ കുറേ നാളായിട്ട് ഇപ്പോൾ പോയില്ല, തണുപ്പ് തുടങ്ങിയ പിന്നെ. സോ ഇന്നെന്തായാലും ന്യൂ ഇയർ അല്ലേ, അപ്പം ഞങ്ങൾ പോയേക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നിടം വരെ ഞങ്ങൾ തൊഴുതാൻ പോയില്ല. ഞങ്ങൾ സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു, ഞാനും അപ്രൂസും കുഞ്ഞും. അപ്പോഴത്തേക്ക് ചേട്ടൻ എത്തി. മോമോസിനെയും കൈ കൊടുത്തു. മോമോസ് ഒത്തിരി ആൾക്കാരെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങി. ബട്ട് ആഫ്റ്റർ സം ടൈം ഇറ്റ് വാസ് ഓക്കെ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് അമ്പലം ബൈ കാർ ഒരു 45 മിനിറ്റ്സ്, ഡിപ്പെൻസ് ഓൺ ദ ട്രാഫിക്. ചില സമയത്ത് 1 hour, 1 hour 15 മിനിറ്റ്സ് ഒക്കെ എടുക്കും, ഡിപ്പെൻസ് ഓൺ ദ ട്രാഫിക്. അങ്ങനെ ഞങ്ങൾ എന്തായാലും എത്തി, തൊഴുതു. വിഗ്രഹത്തിൻ്റെ അവിടെ ഒന്നും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അത് കാരണം ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മോമോസിനെ കൊണ്ട് അവിടെ പരിക്രമ നടത്തി. മോമോസിനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കുറേ നടന്നു. അവന് ഭയങ്കരമായിട്ട് നടക്കണമെന്ന് ആ സമയത്ത് ഭയങ്കര ആഗ്രഹം, കാരണം അങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു നടക്കണമെന്ന്. അങ്ങനെ അവനെ കൊണ്ട് തന്നെ പരിക്രമ നടത്തി. 2025 ക്യാലണ്ടർ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. സാധാരണ നമ്മൾ കേരള ഗ്രോസറി സ്റ്റോറിൽ നോക്കിയാണ് ക്യാലണ്ടേഴ്സ് മേടിക്കാറുള്ളത്, മലയാളം ക്യാലണ്ടർ. ബട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്കത് മേടിക്കാൻ പറ്റിയില്ല. സോ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ക്യാലണ്ടർ ഈ പ്രാവശ്യം കിട്ടി. ബട്ട് ദാറ്റ് വാസ് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് ദാറ്റ് വാസ് എ ആഡഡ് അഡ്വാൻറ്റേജ് ടു മീ. അവിടെ ആ സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു.
കൾച്ചറൽ പ്രോഗ്രാം ഇടയ്ക്ക് നടക്കാറുണ്ട് ഇവിടെ. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ, ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പം അവർ അതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട് ലൈവായിട്ട്. ആൻഡ് ദേ ഓൾസോ അപ്ഡേറ്റ് വാട്ട് പ്രോഗ്രാംസ് ആർ ഗോണ ഹാപ്പൻ ദെയർ. നമുക്കവിടെ അർച്ചനയും നടത്താം, ഉള്ള പൂജകളെല്ലാം നമുക്കവിടെ ചെയ്യിപ്പിക്കാം. ഞങ്ങൾ അവിടെ അർച്ചന നടത്തിയിട്ടുണ്ട്. മോമോസിൻ്റെ ചോറൂണും ഞങ്ങൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ തന്നെയാണ് നടത്തിയത്. ഇവിടെ നെറ്റിപ്പട്ടം കണ്ടപ്പോൾ മോമോസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെന്ന് തൊടണമെന്ന്. അപ്പം കുറേ നേരം അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്നു. അവൻ അവിടെ കുറേ നേരം നിന്ന് കളിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അവന് നടക്കണം. അങ്ങനെ ചേട്ടൻ കുറേ നേരം അവനെ നടത്തിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാനും പോയി പ്രസാദം എടുത്തു. ഞങ്ങൾക്ക് സാധാരണ പ്രസാദം അവിടെ നിന്ന് കിട്ടാറില്ല. സോ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഇടയ്ക്കെന്തോ വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ പോയി എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മോമോസ് എഴഞ്ഞ് മുട്ടയിൽ എഴയാൻ തുടങ്ങി അവിടെ. അത് കഴിഞ്ഞ് കുറേ പിള്ളേരെയൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഞങ്ങൾ പിന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ചെരുപ്പൊന്നും വണ്ടിക്കകത്താണ്. അപ്പം ചേട്ടൻ എന്തായാലും വെളിയിൽ പോയിട്ട് വണ്ടി കൊണ്ടുവന്നു. ദീപാരാധന ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ദീപാരാധന കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ലൈനപ്പ് ഇല്ലായിരുന്നു തൊഴുതാനുള്ളത്. ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. ആ ഒരു കാര്യം നന്നായിട്ട് നടന്നു. നന്നായിട്ട് തൊഴുതു. ചന്ദനമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തി. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് കണ്ടു. സോ വ്ളോഗ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ. കാരണം കൂടുതൽ ഞങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഒത്തിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ ഐഡലിൻ്റെ ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഇൻസൈഡ് ദ ടെമ്പിൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. സോ ഇന്ന് January 1st ന്യൂ ഇയറിൻ്റെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ ഇത്രയും തിരക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലുള്ള മലയാളീസൊക്കെ അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഹിന്ദുക്കൾ, മലയാളീസൊക്കെ. അല്ലാതെ ഉള്ള പഞ്ചാബീസിനെ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഭയങ്കര അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ദൈവത്തിൻ്റെ അനുഗ്രഹം വെച്ച് ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം മോമോസ് ഉണ്ടായതേ ഉള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പം ന്യൂ ഇയറിന് പോകാൻ പറ്റിയില്ല. സോ ഈ വർഷം എന്തായാലും January 1st എന്തായാലും നമുക്ക് പോകണം എന്നൊക്കെ തീരുമാനമായിരുന്നു. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടാവും. അപ്പം നമുക്ക് ഒരു മടി പിടിക്കും. വൈകുന്നേരം ഒന്നും പോകാൻ അങ്ങനെ തോന്നത്തില്ല. പക്ഷേ എന്തായാലും ഇന്ന് തീരുമാനിച്ചാലും ഞങ്ങൾ എന്തായാലും പോകുമെന്ന്. ചേട്ടനെങ്ങനെ തോന്നി ഇന്നത്തെ അമ്പലത്തിൻ്റെ യാത്ര? ഇന്ന് പതിവിനെക്കാട്ടിലും കൂടുതൽ തിരക്കായിരുന്നു. സാധാരണ ഇത്തരം തിരക്ക് അങ്ങനെ കാണാറില്ല. ന്യൂ ഇയറും പിന്നെ അവധിയും എല്ലാവരും ആയതുകൊണ്ട് ഫാമിലിയും എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇതുവരെ ഇത്രയും തിരക്ക് ഇതിനു മുമ്പേ അമ്പലത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും അമ്പലത്തിലെ പ്രസാദം കിട്ടാറില്ല. സോ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ചേട്ടൻ വണ്ടി പാർക്കിങ്ങിനും സ്ഥലം കിട്ടിയില്ല. അതെ, പാർക്കിങ്ങിന് സ്ഥലമില്ല. കാരണം അല്ലെങ്കിൽ പാർക്കിങ് എനിക്ക് തോന്നുന്നൊരു നല്ല സ്പേസ് അകത്ത് സാധാരണ ദിവസങ്ങളൊക്കെ ഉള്ളതാണ്. അതും ഫുള്ളായി. ആൾക്കാർ വെളിയിലാണ് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത്. ചേട്ടൻ എവിടെയോ വെളിയിൽ ചെന്നല്ലേ പാർക്ക് ചെയ്തത്? ഞാൻ വെളിയിൽ പോയിട്ട് പിന്നെ അകത്ത് വന്ന് പിന്നെ കിട്ടിയായിരുന്നു അകത്ത് വന്ന് ഒരാൾ പോയപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ്. ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ചേട്ടൻ ഞങ്ങളെയും കുഞ്ഞിനെയും എന്നെയും പ്ലൂസിനെയും ഞങ്ങളെ അവിടെ ഇറക്കി അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ഇറക്കിയിട്ട് ചേട്ടൻ പോയി. ഞങ്ങൾ വണ്ടിക്കകത്താണ് ചെരുപ്പ് ഊരിയിട്ട്. കാരണം സാധാരണ വെളിയിൽ ആണ് ചെരുപ്പ് ഊരുന്നത്. അമ്പലത്തിൻ്റെ വാതിക്കൽ തന്നെയാണ് ചെരുപ്പ് ഊരുന്നത്. അവിടെ ചെരുപ്പ് ഊരുന്ന സ്ഥലമുണ്ട്. ഇന്ന് അവിടെ ചെരുപ്പുകളുടെ ഇങ്ങനെ സീ ഓഫ് സ്ലിപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഇടണോ വേണ്ട എന്നൊക്കെ തീരുമാനം. പിന്നെ കിട്ടിയില്ലെങ്കിൽ ബെയർ ഫുട്ട് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഞങ്ങൾ പോയി. നടന്നപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ്, ഭയങ്കര മൈനസ് എന്തോ ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പം അങ്ങനെ നടന്നു പോയി. അപ്പോഴൊന്ന് തണുത്തായിരുന്നോ കാല്? എനിക്ക് കാലെന്ത് വെളുത്തൊരു ഷോക്ക് അടിക്കുന്ന പോലെയാണ് ഫീൽ ആവുന്നത്. പിന്നെ കല്ലും നമ്മൾ നടക്കാറില്ലല്ലോ. അപ്പം അമ്പലത്തിൽ പോയപ്പം അങ്ങനെ ബെയർ ഫുഡായിട്ട് നടന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഫീലിങ്. മോമോസിനെ ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് പോയത് ഫുള്ള്. അത് പോയപ്പോൾ മോമോസിന് അവിടെ ഫുള്ള് ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ ഒത്തിരി തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലം കണ്ടു. അമ്പലത്തിൻ്റെ 2 വിഗ്രഹത്തിൻ്റെ ഇതുണ്ട്. അതിൻ്റെ ഇടയിൽ അവനെ ഇറക്കി വിട്ടപ്പോൾ അവൻ അവിടെ നടക്കണം.
നടക്കാറായല്ലോ, അപ്പം പിച്ച് പിച്ച് വെച്ച് നടക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളെ കൈ പിടിച്ചൊക്കെ അവന് ഭയങ്കര നടക്കുമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലായിരുന്നു. സോ ഞങ്ങൾ അവനെ അങ്ങ് ഇറക്കി വിട്ടു. അവൻ കുറേ എൻജോയ് ചെയ്തു. പിന്നെന്തായിരുന്നു, പിന്നെ ഞങ്ങൾ കലണ്ടർ കിട്ടിയായിരുന്നു. കലണ്ടർ കിട്ടാൻ പാടാണ്. ഗ്രോസറി സ്റ്റോറിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ കലണ്ടർ കിട്ടുന്നത്, കേരള ഗ്രോസറി സ്റ്റോർ. എനിക്ക് പിന്നെ മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഭാഗ്യത്തിന് അല്ലല്ല, ഇംഗ്ലീഷിലെ നാളും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും, മാസവും നാളും എല്ലാം. അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് കാലണ്ടറിൽ നമ്മൾ നാളുകളൊക്കെ അതൊന്നും നോക്കാനൊന്നും അറിയത്തില്ല, എന്നാലും അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു. അപ്ലൂസ് എൻജോയ് ചെയ്തോ ഇന്നത്തെ ദിവസം? ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ട പാട്ട് മമ്മ വെച്ചാണെങ്കിൽ കിടന്ന് നിരങ്ങുന്നതാണ്. പിന്നെ 2-3 പിള്ളേരെ കണ്ടായിരുന്നു. അവരാണെങ്കിൽ ബേബി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ മോമോസിനെക്കാട്ടിലും 6 months മൂത്ത പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. 1.5 years old കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒക്കെ കുറച്ച് നേരം അവനവരെ കണ്ടപ്പം കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്ത്. കാരണം ഇവിടുന്ന് അങ്ങനെ വെളിയിൽ ഇറങ്ങാത്തതുകൊണ്ട്, അത്ര ആൾക്കാരോട് എന്നും കാണാത്തതുകൊണ്ട് അവനോട് സ്ട്രേഞ്ചർ ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നാലും അവൻ എൻജോയ് ചെയ്തു, അവൻ ഹാപ്പി ആയിരുന്നു. പിന്നെ അപ്പോൾ ഗൈസ്, ഞാൻ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു. ബൈ.